എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിന്റെ സന്തോഷം നൽകുന്ന ആവേശം സ്വയം ചിരിക്കുവാനുള്ള പ്രേരണയാണ്. അങ്ങനെ സ്വയം ചിരിച്ചും മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചും ചിന്തിപ്പിച്ചും നിരവധി സ്റ്റാൻഡപ്പ് കൊമേഡിയന്മാർക്കാണ് ഫൺസ് അപ്പോൺ എ ടൈം വേദിയാകുന്നത്. ഫൺസ് അപ്പോൺ എ ടൈമിന്റെ ഒരു ബ്രാൻഡ് ന്യൂ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മുടെ കോമഡി സ്റ്റാർസിനെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം our very own രമേശ് പിഷാരടി. And yet another comedy king. Let's welcome Sachin. So let's welcome the stand-up performer of this episode, and that is Lal B. അടിച്ച് പറപ്പിക്കാന്നൊക്കെ പറഞ്ഞ ഇതാണ്. അതല്ലേ ഭയങ്കര എനർജി. വെരി ഗുഡ്, വെരി ഗുഡ്. വെൽക്കം ടു ദ ഷോ. അടിപൊളിയായിട്ട്. എവിടുന്ന് വരുന്നു? ഞാൻ ആലപ്പുഴ ജില്ലയുടെ വടക്കേ അറ്റത്തുള്ള എഴുപുന്ന എന്ന് പറയുന്ന ഒരു ഗ്രാമം. എഴുപുന്ന. അവിടെ ഞങ്ങളുടെ ഒരു സുഹൃത്തുണ്ട്, എഴുപുന്ന ബൈജു. അറിയാം. എന്ത് ചെയ്യുന്നു ഇപ്പം? ഞാൻ തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയാണ് കഴിഞ്ഞത്. ഇപ്പോ സ്കൂൾ ഓഫ് ഡ്രാമ സ്റ്റുഡന്റ് ആയിരുന്നു. കഴിഞ്ഞു. കൊച്ചിയിൽ ഒരു ഫിലിം സ്കൂളിൽ ആക്ടിംഗ് അധ്യാപകനാണ്. ആക്ടിംഗ് അധ്യാപകനാണ്. വെരി ഗുഡ്, കൺഗ്രാറ്റ്സ് കേട്ടോ. ഓക്കെ, അപ്പോൾ രമേശേട്ടാ, സജിയേട്ടാ, പെർഫോമൻസിലേക്ക് കടക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സൗഹൃദങ്ങളെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്ക് എല്ലാവർക്കും ഒരു സുഹൃത്തുണ്ടാവും. നമ്മളെ കലയിലേക്കും എല്ലാത്തിലേക്കും കൊണ്ടുവരുന്നൊരു സുഹൃത്ത്. അത്തരത്തിലൊരു സുഹൃത്ത് എനിക്കുമുണ്ട്. അപ്പോൾ അവനെ പറ്റിയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ കഥ കുറച്ച് കാലഘട്ടം പിന്നിലോട്ട് പോകും. ഒരു 2006-2007 കാലഘട്ടം. അപ്പോൾ ഈ കൂട്ടുകാരൻ എന്നെ എങ്ങനെയാണ് കലാകാരനാക്കിയതും കലയുടെ പാതയിലേക്ക് കൊണ്ടുവന്നതും പെടുത്തിയതും ഇതൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്ന കഥകൾ. അപ്പോൾ നമ്മളൊരു +2 ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ തേരാപ്പാര കറങ്ങി നടക്കുകയാണ്. ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ട്, പരിപാടിയും കണ്ടൊക്കെ നടക്കുകയാണ്. അങ്ങനെയാണ് നാടൻ പാട്ടെന്ന് പറയുന്ന കലാരൂപം കേരളത്തിൽ ഇങ്ങനെ ശ്രദ്ധയായി വന്നത്. അതിനെ പ്രത്യേകിച്ച് പഠിക്കുകയൊന്നും വേണ്ടല്ലോ, എവിടെയെങ്കിലും പോയിട്ട് തൊണ്ടഗിരി പാട്ട് പാടിയാൽ മതി. അപ്പം അങ്ങനെ കുറേ നാടൻ പാട്ട് ഞങ്ങൾ അവിടുത്തെ അമ്പലത്തിൽ നിന്നപ്പോൾ ഇവൻ പറഞ്ഞിടാ നമുക്കൊരു നാടൻ പാട്ട് സംഘം തുടങ്ങണം. ഞാൻ പറഞ്ഞു നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല, സംഗതി ഇത്തിരി പണിയാണ്, നമുക്കങ്ങനെ പാടാനൊന്നും. നീ എന്താ പറയണത്, നിനക്ക് പാടാൻ അറിയില്ലേ, എനിക്ക് പാടാൻ അറിയില്ലേ? അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ശരിയാ, എനിക്ക് പാടാൻ അറിയാമെന്ന് എന്നോട് ഒരാൾ ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ അത് വീണു പോലും സ്വാഭാവികമായിട്ട്. പരിപാടി തുടങ്ങാമെന്ന് പറഞ്ഞു. അന്ന് ചേട്ടാ ഈ സാധനമല്ലേ കോർഡ്ലെസ് മൈക്ക്, അന്നൊക്കെ ഒരെണ്ണേ ഉള്ളൂ പേരിന്. ഇത് തന്നു. ഞാൻ എങ്ങാണ്ട് ഒരു കാൽമുണ്ടും പാടൊക്കെ എടുത്ത് കുറേ പച്ചലയും മറ്റേ കുത്തി സ്റ്റേജിൽ വെച്ചിട്ട് ഇതുമായിട്ട് ഓഡിയൻസിന് പുറത്തേക്ക് ഇറങ്ങി. ലൈറ്റ് ആൻഡ് സൗണ്ട് സഹിക്കുമോ, അയാൾ മേടിച്ചോണ്ട് പോയി. അവസാനം തുഴയില്ലാത്ത വള്ളം പോലെ ഞാൻ ഓഡിയൻസിൽ നിന്ന് അടുക്കിടക്ക്. എൻ്റെ ഒരു സുഹൃത്ത് ഗാനമേളയ്ക്ക് നല്ല തമിഴ് പാട്ടുകാരനാണ്. ആദ്യം പശുവിനെ കെട്ടിയ പോലെയായിരുന്നു. ഇവന് വേണ്ടി മാത്രം 25 മീറ്റർ കേബിൾ കൊണ്ടുവരും. കാരണം സൗണ്ട് ഓപ്പറേറ്ററിൻ്റെ കയ്യിൽ 10 മീറ്റർ കേബിളേ ഉള്ളൂ. 25 മീറ്ററിൻ്റെ കേബിൾ കൊടുത്തിട്ട് ഈ മൈക്കും കൊണ്ട് ആ മൈക്കിൻ്റെ വള്ളി എത്തണത്തെ സ്ഥലത്ത് നടന്നു പാടും. പശുവിനെ കെട്ടിയാൽ ഒരു കുറ്റിക്ക് ചുറ്റും നടക്കുമല്ലോ, അതുപോലെ മിക്സറിന് ചുറ്റും നടന്നു പാടും. പിന്നെ കോർഡ്ലെസ് മൈക്ക് വന്നപ്പം ഇറങ്ങി നടന്ന് പാടാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം നോക്കുമ്പോൾ പുറത്തിറങ്ങിയിട്ട് നാരി 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 നിങ്കനേന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഇവനോട് ഇങ്ങനെ അസൂയ തോന്നുന്നു. കാരണം അവനെ ഓഡിയൻസ് എടുത്ത് തോളത്ത് വെച്ചിട്ട് ഇവൻ പാടും. ഞങ്ങളൊക്കെ സ്റ്റേജിൽ, അവൻ തോളിൽ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഓർക്കസ്ട്ര മാത്രമേ ഉള്ളൂ, പാട്ടില്ല. എന്താണെന്നൊരു പിടുത്തമില്ല. മൈക്കുകാരൻ എന്നോട് ബാഗിൽ നിന്ന് മൈക്കിട്ടില്ല, ഞാൻ വിഷയം ഉണ്ടാക്കട്ടോ എന്നൊക്കെ പറയാം. ഞാൻ എന്താ ഇവനെ ഈ തോളത്ത് വെച്ചവർ ഇവനെയും കൊണ്ട് തുള്ളി അങ്ങ് പോയി കോർഡ്ലെസ് മൈക്കിൻ്റെ റേഞ്ചും കഴിഞ്ഞ് പാടത്തിൻ്റെ അക്കരെ കൊണ്ട് ഇറക്കി വിട്ടു. എന്നിട്ട് അവർ വീട്ടിൽ പോവാ. ഗാനമേളം അടുത്തിട്ട് അവർ വീട്ടിൽ പോയി. ഇവനെ കിട്ടിയതിനെയും കൊണ്ട് തോളത്ത് വെച്ച് ഹോയ് എന്ന് പറഞ്ഞിട്ട് പാടത്തിൻ്റെ അപ്പുറത്ത് ഇറക്കി വെച്ചിട്ട് അവർ വീട്ടിൽ പോയിട്ട് ഞങ്ങളിവിടെ 3 പാട്ട് കഴിഞ്ഞപ്പോൾ അവൻ തിരിച്ചു വന്നേക്കുക. എന്നെ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഞാൻ കഷ്ടപ്പെട്ട് വഴി കണ്ടുപിടിച്ചിട്ട് വന്നേന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു ദിവസം ഇവനെ പിന്നെ ഇതൊരു ശീലമായി. കാരണം എനിക്കറിയാം ഇവനെ എല്ലാ സ്റ്റേജിലും എടുത്ത് പൊക്കുമെന്നും ഇതൊക്കെ ഒരു ശീലമായി. ഗോൾ പാടിക്കൊണ്ടിരിക്കുക നമ്മുടെ ഒരു കൂട്ടുകാരൻ. വന്നിട്ട് ഗോൾ 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 ആലേ 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 ഗോൾ 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 ആലേ ആലേ ഇങ്ങനെ കേട്ടിട്ടില്ല. കാരണം തോളത്തെടുത്ത് വെച്ച കൂട്ടത്തിൽ ഒരുത്തൻ ഇവൻ്റെ തൊടയിൽ നുള്ളുക എന്ന് പറഞ്ഞിട്ട് അതാണ് ഇടയ്ക്ക് ആലേ 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 എന്ന് പറഞ്ഞു പോകുന്നത്. എൻ്റെ ഒരു സുഹൃത്തുണ്ടേ, പുള്ളി എല്ലാ സ്റ്റേജിലും പാട്ട് പാടുമ്പോൾ ഓഡിയൻസ് ഇടയിലേക്ക് ചാടിയിട്ടേ പാടുള്ളൂ. അപ്പോൾ ഈ പള്ളിക്കെട്ട് ശബരിമലയാണ് പുള്ളി ആദ്യം പാടുന്നത്. അതിനും ഓഡിയൻസ് ഇടയിലേക്ക് ചാടും പുള്ളി. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ ഒരു ഷോയ്ക്ക് നാദർഷയ്ക്കുള്ള പരിപാടിയാണ് ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ പുള്ളി ഈ കുപ്പിക്കല്ല് കണ്ണടയാണ് വെക്കണത്. കുപ്പിക്കല്ല് പോലത്തെ കണ്ണടയാണ്. ഞാൻ ചോദിച്ചു ഇക്ക ചാടുമോ ഇക്ക? പിന്നെ ഞാൻ ചാടുമ്പോൾ ഇത് നോക്കിക്കോ, പാട്ടിൻ്റെ തുടങ്ങി ആദ്യത്തെ ഇത് കഴിയുമ്പോൾ ഞാൻ ചാടും എന്ന് പറഞ്ഞു. ഇപ്പം ശരിക്കും സ്റ്റേജിന് 7 അടി പൊക്കമുണ്ട്. പുള്ളി കുപ്പിക്കല്ല് കണ്ണടയുടെ നോക്കിയപ്പോൾ ഇത് പൊങ്ങിക്കണാരിയാണ് തോന്നിയത്. പുള്ളി പാട്ട് പാടിയിട്ട് ആദ്യത്തെ 4 പേര് കഴിഞ്ഞിട്ട് പുള്ളി എടുത്തിട്ട് ഒറ്റ ചാട്ടം ചാടി അബേ
എന്ന് പറഞ്ഞ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും തോളത്തിൽ തെറ്റി കൊണ്ടുവരും പുള്ളിനെ. കൊണ്ടുവരുന്ന ഒരു സ്വാമിയെ അയ്യപ്പോ. ഇത് കഴിഞ്ഞതിന് ശേഷം ഞാനും ഇവനും കൂടെ ബൈക്കിന് വന്നപ്പോൾ ഞങ്ങളെ പോലീസ് പിടിച്ചപ്പോൾ ഈ പോലീസുകാരൻ സ്റ്റേഷനിൽ നിന്ന് SI ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള SI ആണ്. അപ്പോൾ എന്നോടൊരു പരിചയക്കാരൻ വന്നിട്ട് പറഞ്ഞു, എടാ പുള്ളി ഒരു കലാകാരനാണ്, നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കുമായിരിക്കും എന്ന് പറഞ്ഞു. ഞാനിത് ഈ പുള്ളി എന്ത് കലാകാരനാണെന്ന് മനസ്സിലാക്കി എങ്ങനെയെന്ന് അറിയാമോ? ഞാനൊരു പരിപാടി സ്ഥലത്ത് നിൽക്കുമ്പോൾ താലപ്പൊലി വന്നി, അപ്പോൾ SI ചിങ്കാരി വെള്ളം SI ആണ് ഇതിൻ്റെ ആശാൻ, അതായത് ചിങ്കാരിമേള ട്രൂപ്പിൻ്റെ SI ആണ്. SI താളമൊക്കെ തുള്ളി, ഞാൻ നോക്കുമ്പോൾ SI നിലത്ത് കിടന്നിരിക്കുന്നു, മറ്റേ മണ്ണയൊക്കെ തലകുത്തി പറയുന്നു. നമുക്ക് ഒരു സമയത്ത് ട്രൂപ്പിൽ പരിപാടി അവതരിപ്പിക്കുമ്പം 2 പ്രോഗ്രാമുള്ള ദിവസങ്ങളുണ്ടാവും, അടുത്തടുത്ത് പ്രോഗ്രാമുകളുണ്ടാവും. അപ്പോൾ നമ്മൾ സ്ഥിരം ഒരു സീസണിൽ ഈ സിനിമ ഹിറ്റാകുന്ന പോലെ ഏതെങ്കിലും 2 ട്രൂപ്പുകളുടെ പരിപാടികൾ ഹിറ്റാവും. അപ്പോൾ മെയിൻ അമ്പലങ്ങളിലൊക്കെ ആദ്യം ഇവരെ ബുക്ക് ചെയ്യും, സെക്കൻഡ് ഹിറ്റായ പരിപാടികളെ അടുത്ത അമ്പലം ബുക്ക് ചെയ്യും. അപ്പം നമുക്ക് ഇപ്പം ഞങ്ങൾ ഞങ്ങളൊരു വർഷം 200 സ്റ്റേജ് കളിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ 50 സ്ഥലത്ത് ഞങ്ങളുടെ മിമിക്രിക്ക് മുമ്പോ ശേഷമോ ഒരേ ട്രൂപ്പിൻ്റെ നാടകം ഉണ്ടാവും. നമ്മൾ ആ നാടകം കണ്ടിട്ടായിരിക്കും മിമിക്രി കളിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ മിമിക്രി കഴിഞ്ഞാൽ ആ നാടകം ഉണ്ടാവും. അപ്പം നമ്മൾ വൈകുവാണെങ്കിൽ ഈ ട്രൂപ്പുകൾ തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ 8 മണി to 10 ഞങ്ങളുടെ പരിപാടി, 11 to 12 നാടകമാണെന്നുണ്ടെങ്കിൽ ഈ നാടകത്തിന് ഒരു 11 മണിക്ക് ഇവിടെ എത്താൻ പറ്റൂലെന്നുണ്ടെങ്കിൽ നാടകത്തിലുള്ള ആരെങ്കിലും നമ്മളെ അറിയിക്കും, അതെ ഞങ്ങൾ ഇവിടെ ഷോ തീരാൻ വൈകി, നിങ്ങളൊന്ന് വൈകിച്ചോണേ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇൻ്റർവെല്ലിൽ ഒരു ഇച്ചിരി തള്ളും. ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞിട്ട് അഴിച്ച് കെട്ടലൊക്കെ ഒരു ഇച്ചിരി പതുക്കെ ആക്കുമ്പോഴത്തേക്ക് അവരെത്തും. ഇങ്ങനെ നമ്മൾ ഈ 2 ട്രൂപ്പുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഒരിക്കൽ ഞങ്ങളൊരിടത്ത് ചെന്നപ്പം കോട്ടയം ആലീസ് എന്ന് പറഞ്ഞ ആളുടെ ഗാനമേള നടക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ മിമിക്സ് പരേഡ് ഉണ്ട്. അപ്പം ഞാനൊരു അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. ഈ സ്റ്റേജിൻ്റെ 2 സൈഡിലും കവുങ്ങ് വെച്ചിട്ട് അതിനാണല്ലോ നമ്മൾ കർട്ടൻ കെട്ടുന്നത്. ഈ കർട്ടൻ വൺസ് ഉയർത്തിയാൽ പിന്നെ താഴ്ത്തുന്നത് അപശകനമാണെന്നൊക്കെ ഒരു അന്ധവിശ്വാസമൊക്കെ ഉണ്ട് ആ സമയത്ത്. ഇപ്പോൾ കൊച്ചിൻ സ്റ്റാലിയൻസ് ട്രൂപ്പിൻ്റെ കർട്ടൻ മേളിൽ കെട്ടിയാൽ പിന്നെ ഇറക്കരുത്, അത് കെട്ടിയിറക്കണം. അപ്പം ഞാനൊക്കെ ചെന്ന് കഴിഞ്ഞിട്ട് മുണ്ടെടുത്ത് ഈ ഹനുമാൻ്റെ മുണ്ട് ഇങ്ങനെ കുത്തിയിട്ട്, അപ്പോൾ 2ാമത്തെ പരിപാടിക്ക് പോയാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഓഡിയൻസ് അവിടെ തന്നെ ഇരിപ്പുണ്ടാവും. മറ്റേത് നമ്മൾ ആൾ വരുന്നതിന് മുമ്പ് കർട്ടനൊക്കെ കെട്ടിയിട്ടാണല്ലോ ആൾ വരുന്നത്. ഇത് ഫുൾ 10,000-കണക്കിന് ഓഡിയൻസ് ഇരിക്കുന്ന സ്ഥലത്ത് കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ബനിയൻ ഇട്ടിട്ട് ഞാൻ ഈ ഫ്രണ്ടിലത്തെ കവിങ്ങയെ കൂടെ ഇങ്ങനെ കയറി മേളിൽ പോയിട്ട് അപ്പുറത്തൊരു കിഷോർ കയറി ഞങ്ങൾ 2ഉം കൂടെ കർട്ടൻ കെട്ടിയിട്ട് കവിങ്ങ കൂടെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ബെല്ല് കൊടുത്തിട്ട് കർട്ടൻ പൊക്കുമ്പോൾ ഞാൻ തന്നെ ഷെയർവാണി ഇട്ടിട്ട് ഗുഡ് ഈവനിങ്, നമ്മൾ ഷോ ഇന്ന് ആരംഭിക്കുകയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ വേറെ ആൾ വരുന്ന പോലെ വരും. ഇത് കഴിഞ്ഞപ്പോഴേ ചേട്ടാ ഇവൻ നമ്മളെ എന്താ പറയുക, ഇവൻ പറഞ്ഞാ വേറൊരു ട്രൂപ്പുണ്ട്, നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ സംഗതി ഉഷാർ, അവർ പുതിയതായിട്ട് തുടങ്ങുകയാണ്. അപ്പം ഞാൻ അത്യാവശ്യം എവിടേക്കോ പോയി അത്യാവശ്യം സാധനങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ ഇവൻ പറഞ്ഞു എടാ നമുക്ക് പോവാം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ നമ്മുടെ ക്ലാസിക്കൽ മ്യൂസിക് ഡിഗ്രി ചെയ്ത പിള്ളേരാണ് നാടൻപാട്ട് പാടണത്. ഇവരുടനെ എന്ത് ചെയ്തു, നാടൻപാടെന്ന് പറയുമ്പോൾ നമ്മൾ തന്താനേ ദാനാ ഗിട തന്താനം ദാന തന്താനേ ദാനാ ഗിട തന്താനം ദാന ഇങ്ങനെയല്ല അപ്പോൾ പാടണേ. ഈ ചെക്കനത് സ്തുതി ബോക്സ് എടുത്ത് വെച്ച് തന്താനേ ദാനേ ദാനേ, ഞാനിവിടെ ഇത് നാടൻപാട്ടല്ല, ഇത് പണിപാളും. അങ്ങനെ ഈ പരിപാടി ഉമ്മാശ്ശേരി എന്തെങ്കിലും ആയിക്കോട്ടെ പരിപാടി പിടിച്ചു, പരിപാടി പൊളിഞ്ഞ് നാശകോശമായി. അപ്പോൾ തന്നെ ഞങ്ങളുടെ അനൗൺസ്മെൻ്റ്, അല്പസമയം നിങ്ങൾക്കും ഇടവേള. അപ്പോൾ ഒരാൾ ചോദിക്കണേ എന്തിനൊന്നും. അപ്പോൾ ഞാൻ സ്റ്റേജിൻ്റെ പുറകെ ചെല്ലുമ്പോൾ പെട്ടെന്നൊരു കമ്പിവേലി, പരിപാടിക്കാർ ഇടിക്കാൻ വേണ്ടി തൽക്കാലം കമ്മിറ്റിക്കാർ കെട്ടിയതാണ്, കാരണം കൊടുത്ത കാശ് മുതലാക്കണമല്ലോ. ഇങ്ങോട്ട് പറയുന്നത് ഉഴവൂർ ബെന്നിച്ചേട്ടൻ എന്ന് പറഞ്ഞ ആൾ സോമനെ കാണിക്കും. MG സോമൻ്റെ ശബ്ദം ഭയങ്കര ഗംഭീരമായിട്ട് അനുകരിക്കും. പക്ഷെ പുള്ളി ഒരു ദിവസം മാത്രം കംപ്ലീറ്റ് പുള്ളിയുടെ ശബ്ദത്തിൽ പറഞ്ഞിട്ട് പോയി സോമൻ്റെ സൗണ്ട്. അതായത് ഫസ്റ്റ് ഇങ്ങനെ വന്നിട്ട് നേരെ തിരുവേനി ഇപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. ഇപ്പം ഫ്രണ്ടിൽ നിന്നുള്ളൊരുത്തൻ നീ പോയിട്ടുണ്ടോടാ എന്ന് ചോദിച്ചു. ഉടനെ കംപ്ലീറ്റ് കയ്യിൽ പോയിട്ട് മരം വെട്ടുകാരനായിരുന്നു എൻ്റെ. അപ്പം കൺമുന്നി വെച്ച് അമ്മച്ചിയെ കയറി പിടിച്ച റേഞ്ചേഴ്സ് ബെന്നിച്ചേട്ടനായിട്ട് തന്നെ ഫുൾ പറഞ്ഞിട്ട് തിരിച്ചിങ്ങ് പോകുന്നു. അതുപോലെ ചെറുപ്പത്തിലാണ് ഞാനൊക്കെ ചെറുപ്പമായിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ക്ലബ്ബുണ്ട്, ക്ലബ്ബിൽ നാടകം കളിക്കണം. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് ബാബു, പുള്ളിയാണ് SI. അപ്പോൾ പുള്ളിയുടെ ഡോക്ടറായിട്ട് ഞാൻ അഭിനയിക്കുന്നു, ഞാനാണ് വില്ലൻ. അപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വരികയാണ് പുള്ളി. അപ്പോൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഡോക്ടർ വന്നിട്ട് SI വന്നിട്ട് പറയും, ഡോക്ടർ നിങ്ങളല്ലേ ആ കുറ്റം ചെയ്തത്, അപ്പോൾ ഞാനാണ് കൊന്നത്, ഞാൻ ചെയ്തതിന് നിങ്ങൾക്ക് തെളിവുണ്ടോ, എന്നെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവാണുള്ളത്? അതുകൊണ്ട് ഞാൻ ഭയങ്കര ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പോൾ അതിന് പുള്ളി പറയും തെളിവുണ്ട് ഡോക്ടർ, എന്താണ്? അപ്പം അന്ന് ഈ ചെറിയ ടേപ്പ് റെക്കോർഡർ ഇറങ്ങിയ സമയമാണ്, വാക്മാൻ. അതിന് പുള്ളി പറയും നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ ടേപ്പ് ചെയ്തിട്ടുണ്ട്, യു ആർ അണ്ടർ അറസ്റ്റ്. അങ്ങനെയാണ് അറസ്റ്റ് ചെയ്യണം. ഇയാൾ ടേപ്പ് റെക്കോർഡ് എടുക്കാതെ സ്റ്റേജിൽ കയറി വയ്ക്കുന്നത് ഇൻസ്പെക്ടറായിട്ട് അഭിനയിക്കുന്നത് ബാബു.
പുള്ളി വന്നപ്പോൾ തന്നെ പുള്ളിക്ക് മനസ്സിലായി ഞാൻ ടേപ്പ് റിക്കാർഡർ എടുത്തിട്ടില്ല എന്ന് തന്നെ പുള്ളി പറയും, ഡോക്ടർ എനിക്കൊരു ടേപ്പ് റിക്കാർഡർ തരുമോ? അപ്പം ഞാൻ ചോദിച്ചു ഇത് നാടകത്തിലില്ല, ചോദിച്ചു എന്തിന്? നിങ്ങൾ പറയുന്നതെല്ലാം ടേപ്പ് ചെയ്ത് നിങ്ങൾ അറസ്റ്റ് ചെയ്യാനാണ്. ഇവന് ഈ അടുത്ത കാലത്ത് കൊറോണ വന്നു. എങ്ങനെയാണെന്നറിയോ? സാനിറ്റൈസർ മേടിക്കാൻ പോയതാ മെഡിക്കൽ സ്റ്റോറിൽ. ഈ ഇപ്പം എല്ലാവരും കയറിട്ടുകൊണ്ട് നടക്കുമ്പോൾ ഓർത്തൊരു കാര്യമാണ്, കയ്യിലേ ധർമ്മജൻ ഒരു സ്ഥലത്ത് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ സ്കിറ്റാണ്. ഞങ്ങൾ വിദേശത്ത് എവിടെയാണ് പരിപാടി, അപ്പം കുറേ മെഡിക്കൽ ടേംസ് ഉണ്ട് അതിനകത്ത്, ആ സ്കിറ്റിനകത്ത്. അത് മുഴുവൻ നേഴ്സുമാർ മാത്രം, കാരണം വിദേശത്ത് നേഴ്സുമാരാണല്ലോ. അപ്പം ഓഡിയൻസ് ഒരു ഓഡിറ്റോറിയം മുഴുവൻ 2500 നേഴ്സുമാരിരിക്കുന്ന ഒരു സ്ഥലത്താണ് ഈ സ്കിറ്റ്. അപ്പം ഞങ്ങൾ അത് വെച്ചിട്ട് ഒരു കോമഡി സ്കിറ്റ് ഉണ്ടാക്കി. ധർമ്മജൻ ഒരു ഡോക്ടറായിട്ട്, അപ്പോൾ അതിനകത്ത് ചില ഏതൊക്കെയോ ഈ ഓപ്പറേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള മെഡിക്കൽ ടേംസുകൾ കുറേ ഉണ്ട് ഡയലോഗ്സിൽ. കോമഡിക്കാണ്, പക്ഷേ ഡയലോഗ്സിൽ അത് തെറ്റിപ്പോയി എന്നൊക്കെ കോമഡി. പക്ഷേ ഇവൻ ഇത് കാണാപ്പാടെ ഓർത്തിരിക്കാത്തത് കാരണം ഇവൻ ഇത് കയ്യിൽ എഴുതിയിട്ട്, ഇവൻ്റെ കൈ നിറയെ സാധനങ്ങൾ എഴുതിയിട്ടിട്ട് നമ്മൾ 3 റിഹേഴ്സൽ ചെയ്യുമ്പോൾ ഇവനെ ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്തു. ഇതിൻ്റെ ഡിസ്റ്റോമെനിക് സെൻറ്ററത്തിനാണല്ലോ ഇത് പോയിരിക്കുന്നത്, ഓക്കെ അതിൻ്റെ ബൊളീവിയൻ ബ്ലിച്ചോസ് കട്ട് ചെയ്ത് കളഞ്ഞെങ്കിലേ എന്ന് പറഞ്ഞ് ഇവനെല്ലാം കൃത്യമായിട്ട് നല്ല അഭിപ്രായം വീണ് ഞങ്ങളിങ്ങനെ സ്റ്റേജിൽ കയറാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഇത് നടത്തിപ്പുകാരൊക്കെ കമ്മിറ്റിക്കാരൊക്കെ ഡോക്ടർമാരാണല്ലോ, ധർമ്മജൻ ഇപ്പം നിങ്ങളുടെ ഷോ കാണാം കയറും അല്ലേ, പുള്ളി പോയിട്ട് വന്നിട്ട് ധർമ്മജൻ കയറുന്നതിന് തൊട്ട് മുമ്പേ ഇഫ് ഇറ്റ് ഈസ് എൻ ഓപ്പറേഷൻ തിയേറ്റർ യു ഹാവ് ടു വിയർ എ ഗ്ലൗസ് എന്നും പറഞ്ഞിട്ട് പുള്ളി ഒറിജിനൽ 2 ഗ്ലൗസ് ഇവൻ്റെ കയ്യിലിട്ട് കൊടുത്തിട്ട് സ്റ്റേജിലേക്ക് കയറ്റി വിട്ടേക്കുക. മൊത്തം ഗ്ലൗസിൻ്റെ അടിയിൽ പോയിട്ട് സ്റ്റേജിൽ വന്നിട്ട് ഒരു ഇംഗ്ലീഷ് വാക്ക് പോലും അറിയാതെ ഇവൻ സ്റ്റേജിൽ വന്നിട്ടേ മിസ് ഡോക്ടർ എന്ന് പറഞ്ഞിട്ട്, ഡോക്ടറെ ഗ്ലൗസ് ഇട്ട് ചെയ്താൽ ഇത് നന്നാവും എന്നറിയില്ല. എന്നിട്ട് ഗ്ലൗസ് ഊരിയപ്പോൾ കോമഡി എന്നോർത്ത് ആൾക്കാർ ഭയങ്കര കയ്യടി. അവനാ ഫസ്റ്റ് ഗ്ലൗസ് ഊരിയപ്പോൾ തുടങ്ങിയ കോമഡിയാണ്. ആലപ്പുഴയിൽ ഒരു പരിപാടി പിടിച്ചുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് പോണ വഴി അത്ര വലിയ സെറ്റപ്പ് ഒന്നുമല്ല, ദോശയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ചമ്മന്തിയൊക്കെ ആയിട്ടാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ അവരെല്ലാം ഇങ്ങനെ കെട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെന്നു, ചേട്ടാ എത്ര മണിക്ക് പരിപാടി? എന്ത് പരിപാടി? ഞാൻ ചേട്ടല്ല മറ്റേ പരിപാടി. അപ്പോൾ തയ്യൽ തൊഴിലാളികളുടെ സംസ്ഥാന സമ്മേളനമായിരുന്നു, പരിപാടി ഇന്നലെ ആയിരുന്നു. പരിപാടി കഴിഞ്ഞു പോയി. അവർ വേറൊന്നും ചെയ്തില്ല, ബാക്കിയുള്ള എല്ലാവരും കൂടെ സൂചിക്ക് കുത്തിവിട്ട് ഇടിച്ചില്ല അവർ. പരിപാടി ബുക്ക് ചെയ്യാൻ 2000 രൂപ മതി. ടോട്ടൽ ട്രൂപ്പിൻ്റെ പരിപാടിക്ക് 15000 രൂപയാണ്. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ഒരു പരിപാടി ബുക്ക് ചെയ്യപ്പെട്ടു. ഈ ആലപ്പുഴ ഭാഗത്ത് എവിടെയാണ്, ഞങ്ങൾ നോർത്ത് പറവൂരിന്ന് വണ്ടി ഓടിച്ച് ആലപ്പുഴയിൽ ഈ പറഞ്ഞ ഗ്രൗണ്ടിലെത്തിയപ്പോൾ അവിടെ കുറേ പിള്ളേർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുക. ട്രൂപ്പിൻ്റെ ബോർഡൊക്കെ വെച്ച് വണ്ടി വന്നപ്പോൾ ഞാൻ ഇറങ്ങിയിട്ടൊരു പയ്യനോട് ചോദിച്ച്, ഇവിടെ മറ്റേ ക്ലബിൻ്റെ പരിപാടി അത് മാറ്റി വെച്ചാർ അവിടെ, അപ്പോൾ അത് അറിയിക്കണ്ടേ? അറിയിക്കാൻ മറന്നുപോയി. ഞങ്ങൾ 10-18 പേര് സ്പീക്കറും കെട്ടി 2000 രൂപ അഡ്വാൻസ് കിട്ടിയതിന് 3000 രൂപയ്ക്ക് ഡീസൽ അടിച്ചിട്ട് അവിടെ വരച്ച് എത്തിരിക്കുക പരിപാടി അവതരിപ്പിക്കും. ഇനിയുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ പ്രോഗ്രാം എന്ന് ടെലികാസ്റ്റ് ആവണോ അന്നവൻ പരിപാടി പിടിക്കും. നിങ്ങളുടെ ട്രൂട്ടുകാരൻ ഇപ്പം ഞാൻ അമൃതയിലൊരു ഷോ ചെയ്തല്ല, ഇനി അവൻ എൻ്റെ പേര് പരിപാടി പിടിക്കും. അങ്ങനെ മനസ്സിലായി. അപ്പോൾ അടുത്ത ഇടി എനിക്ക് എവിടെയോ പാഴ്സലായിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു വെരി മച്ച്. ഇനിയും വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ. ഓക്കെ. ശരിക്കും വളരെ മനോഹരമായ പെർഫോമൻസ് ആയിരുന്നു. എല്ലാം നല്ല നല്ല തമാശകളായിരുന്നു. ഒരുപാട് ചിരിച്ചു. അല്ല, ഞങ്ങൾക്ക് ഈ സ്റ്റേജ് പരിപാടിയുടെ കാര്യങ്ങൾ പുള്ളി പറയുന്ന കാരണം വലിയ ഓർമ്മകളായിരുന്നു. ഞങ്ങൾ ഒരുപാട് പോയിട്ടുള്ളതാണ്. നാടകം വരുന്നതും കർട്ടൻ കെട്ടുന്നതും വള്ളം കയറി അപ്പുറത്ത് പോകുന്നതും ഒക്കെ ഒരുപാട് നല്ല ഓർമ്മകളാണ് നിങ്ങൾ തന്നത്. വളരെ നല്ലതായിരുന്നു അല്ലേ സാധിച്ചേട്ടാ? തീർച്ചയായിട്ടും ഞങ്ങൾ വശങ്ങളിലേക്ക് ഓടിപ്പോയി. ശരിക്കും പറഞ്ഞ് ആ കാലഘട്ടത്തിലേക്ക് നോർത്ത് ഇന്ത്യയിലേക്ക് പരിപാടിക്ക് പോയ സമയത്ത് ഈ സാജു ചേട്ടൻ്റെ വാജ്പേയി എന്ന് പറയുന്നതിന് വേണ്ടി ആളുകൾ വെയിറ്റ് ചെയ്യുകയും വാജ്പേയിയുടെ ഒരു വരവും, വാജ്പേയി ആണ് അപ്പോൾ പ്രധാനമന്ത്രി, ആ ലെവലിൽ നിൽക്കുന്ന സമയമാണത്. അപ്പം ഞങ്ങളൊരു ആൻ്റണി ചേട്ടനാണ് പരിപാടിക്കുണ്ടായത്. എന്തായി എവിടെയാ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ആൻ്റണി ചേട്ടനുണ്ട്. അപ്പോൾ ആൻ്റണി ചേട്ടനെ പരിചയപ്പെട്ടൊരു ഫാമിലീനെ സാജു ചേട്ടനെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ സാജു ചേട്ടൻ നല്ല രസമായിട്ട് രണ്ടെണ്ണൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് മയങ്ങി ഉറങ്ങിക്കിടക്കുന്ന സാജു ചേട്ടനെ ഈ ഫാമിലി ആയിട്ട് വന്നിട്ട് ആൻ്റണി ചേട്ടൻ ഷാജോ എന്ന് പറഞ്ഞ് വിളിച്ചു. പുള്ളി നല്ല ഉറക്കത്തില്ല. വാജ്പേയിയുടെ വിഗും പറിച്ച് വെച്ചിട്ടുണ്ട്, കോട്ട് ഇട്ടിട്ടുണ്ട്, ഒരു കസേരയിൽ ഇങ്ങനെ ഉറങ്ങുമ്പോൾ ഈ തട്ടി വിളിച്ച് കണ്ണു തുറന്നപ്പോൾ ഈ ആൻ്റണി ചേട്ടനാ ഒന്ന് പോയടോ ഞാൻ 2 ചീത്ത വിളിച്ചു ആൻ്റണി ചേട്ടനെ. ആൻ്റണി ചേട്ടൻ വന്നിട്ട് നാളെ തൊട്ട് ഇനി 5-6 ഷോ ഉണ്ട് കേട്ടോ, നാളെ സാജു കട്ട്, നാളെ തൊട്ട് സാജു ഇല്ല, ട്രൂപ്പിലില്ല. ഞങ്ങൾ പറഞ്ഞു സാജു ചേട്ടൻ ഇല്ലാതെ എങ്ങനെ പരിപാടി നടക്കും? ആൾക്കാർ മുഴുവൻ പുള്ളിയെ കാണാനല്ലേ വരുന്നത്. ഇല്ല നിങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ ഷോ കളിച്ചോ,
കമ്മിറ്റിക്കാർക്ക് ഞാൻ പൈസ കുറച്ച് കൊടുത്താലും കുഴപ്പമില്ല. എന്നെ ചീത്ത വിളിച്ചിട്ട് ഒരു ഷാജു കൊടിയൻ ഈ ട്രൂപ്പിൽ ഉണ്ടാവില്ല. എനിക്കതറിയാം. ഞാൻ ഇന്ന് സാജുവിനോട് ഞാൻ മിണ്ടില്ല, കാരണം അവൻ നാളെ രാവിലെ പറയാലോ. രാവിലെ പറയുമ്പോൾ നമുക്ക് ശരിയാക്കാം. സാജു കാട്ട് നാളെ രാവിലെ ടിക്കറ്റ് ട്രെയിൻ എടുക്കുക, സാജു പോകും, നിങ്ങൾ വേറെ ഐറ്റംസ് ഉണ്ടാക്കിക്കോ. ഭയങ്കര പ്രശ്നമായി. അന്ന് രാത്രി ഞങ്ങളൊക്കെ കൂടെ യോഗം കൂടി നമുക്ക് രാവിലെ ആൻ്റണി ചേട്ടൻ്റെ കാല് പിടിക്കാം, സാജു ചേട്ടനെ വിടരുത്, സാജു ചേട്ടനെ വിട്ടാൽ ഷോ നടക്കില്ല എന്നൊക്കെ പറയാം. അമ്പന് വലിയ ആൻ്റണി ചേട്ടൻ അടുക്കുന്നില്ല, ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ രാവിലെ സാജു ചേട്ടൻ്റെ റൂമിൽ സാജു ചേട്ടൻ ഉറങ്ങുക, ഇന്നലത്തെ ഉറക്കം കഴിഞ്ഞ് ബാക്കി ഉറങ്ങുക. അപ്പം കുളിയും കഴിഞ്ഞ് പറഞ്ഞു വിടാനായിട്ട് ആൻ്റണി ചേട്ടൻ വരികയാണ്. അപ്പം ഞങ്ങൾ വരാൻ ആൻ്റണി ചേട്ടാ ഒന്നുകൂടെ ആലോചിക്ക്, നമുക്കിനി 4 ഷോയും കൂടെ ഉണ്ട്, എല്ലായിടത്തും പരിപാടി മോശമായിരിക്കും. പുള്ളിനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുകൊണ്ടാണല്ലോ നിങ്ങളിത് കേട്ടത്, അല്ലേ പുള്ളി ഉറക്കൊന്നുമില്ല, അതൊക്കെ സാജു അല്ലല്ലോ സംസാരിക്കണേ, ഇവനല്ലേ സംസാരിക്കണേ, കാണിച്ചു തരാം, സാജുവിനോട് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊക്കെ വാദ്യം കേൾക്കുമ്പോൾ നേരെ ഉറങ്ങിക്കിടക്കുന്ന സാജുവിൻ്റെ മുറിയിലോട്ട് പുള്ളി വെളുപ്പിന് ഒരു 9 മണിയാകുമ്പോൾ ചെന്ന്, ഒരാളും സാജുവിന് വേണ്ടി വക്കാലത്ത് പിടിക്കാൻ നിൽക്കണ്ട കേട്ടല്ലോ, സാജോ എന്ന് വിളിച്ചപ്പോൾ പുതപ്പ് മാറ്റിയിട്ട് ഒന്ന് പോടാ പെട്ടെന്ന് പറഞ്ഞ സിനിമയിൽ ഇന്നസെന്റേട്ടൻ എന്നെ പട്ടീനെ വിളിച്ചു പോകുന്നതിൽ അതുപോലെ കരഞ്ഞുകൊണ്ട് റൂമിൽ പോയിട്ട് നിങ്ങളൊക്കെ എന്താന്ന് വെച്ചാൽ കാണിക്കും, ഞാൻ എന്ത് ചെയ്യാനാന്ന് പറഞ്ഞു. ഇതുപോലെ ഡൽഹിയിലൊരു പ്രോഗ്രാം, അപ്പോൾ ഈ പ്രോഗ്രാം ഇന്നസെൻ്റേട്ടനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാം നടക്കുന്നത് ഒരു പള്ളിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പള്ളി കമ്മിറ്റിക്കാർക്ക് ആദ്യമായിട്ട് പ്രോഗ്രാം നടത്തണേ. അവർക്കൊന്നും അറിയാൻ പാടില്ല. അവർ തന്നെ വലിയ ഹോട്ടലാണ് ബുക്ക് ചെയ്തേക്കുന്നത്, സ്റ്റാർ ഹോട്ടലാണ്. അപ്പം ഞങ്ങളൊരു 10-30 പേരുണ്ട്, ആർട്ടിസ്റ്റുകൾ, ഡാൻസേഴ്സ് എല്ലാവരും. അപ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ തെറ്റ് സംഭവിച്ചു. അവർ വന്നിട്ട് പറഞ്ഞ് ഫുഡ് നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിച്ചോളാൻ പറഞ്ഞു. പിന്നെ കാണുന്നത് വെയിറ്റർമാരുടെ കോസ്റ്റ് കൺട്രിയാണ്. വെയിറ്റർമാർ വരുന്നു പോകുന്നു. ചിലർ കുപ്പി ഓർഡർ ചെയ്യുന്നൊക്കെ ചെയ്യുന്നു. എല്ലാ മുറികളുടെ മുമ്പിലും ഇത്ര അടുക്ക് പ്ലേറ്റ് ഇരിക്കുക. പ്രോഗ്രാമിന് വലിയ ആളൊന്നും ഉണ്ടായില്ല. പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ബോർഡിംഗ് പാസ്സൊക്കെ എടുത്തിട്ട് എന്നിട്ട് ഇന്നസെൻറ്റിൻ്റെ അടുത്ത് പറയും, ചേട്ടാ ഞങ്ങൾ പോവുകയാണ്, ബോർഡിംഗ് പാസ്സൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്, എല്ലാം റെഡിയാണല്ലോ, അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് പോകണം, റൂം വെക്കറ്റ് ചെയ്യണം, ഉച്ച 1 മണി കഴിഞ്ഞാൽ സമയം ഒരു ദിവസം കൂടി കൂടും, അപ്പോൾ കോട്ടെ. അപ്പോൾ ഇന്നസെൻ്റ് ചോദിച്ചു, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട് ഈ പരിപാടി നടത്തണേ? അപ്പോൾ ഞങ്ങളുടെ പള്ളിയുടെ മുമ്പിൽ ഒരു 5 സെൻറ്റ് സ്ഥലം കിടപ്പുണ്ട്, ആ 5 സെൻറ്റ് സ്ഥലം കൂടി മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പരിപാടി അറേഞ്ച് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ പള്ളിയുടെ ആധാരമൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടോ? അത് പോവാണ്ട് സൂക്ഷിച്ചോളാം. കയ്യടി കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, അതെ ഞാനൊരു അറിയപ്പെട്ടാണെന്ന് നിങ്ങളുടെയൊക്കെ ഒരു ധാരണ. ഞാൻ ഒരു അഭിപ്രായം പറയാൻ വന്നത്. പറയാ അതിനെന്താ? കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. അതെ, നമ്മുടെ പ്രോഗ്രാമിന് ഞാൻ കാണുന്നുണ്ടല്ലോ പുറത്തു നിന്ന്, ചിരിയുണ്ട് പക്ഷെ ചിന്തയില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ. ഞങ്ങളിവിടെ ഒരു സെക്യൂരിറ്റി വെക്കുന്ന കാര്യമൊക്കെ ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ പലരും കയറി വരും. നിങ്ങൾ പറഞ്ഞോ, ചിലപ്പോ ഏതാള് പറയുന്നത് നമ്മൾ മുഖവിലേക്ക് എടുക്കണമെന്നല്ലേ? ശരി, അതെ പറയട്ടെ. അതെ, ഇപ്പോൾ ഒരുപാട് വിമർശനങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. ആ വിമർശനങ്ങളെ നമ്മൾ ശാന്തമായി കൈകാര്യം ചെയ്യണം. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. ഡയാനയുടെ അവതരണത്തെക്കുറിച്ച് 2 അഭിപ്രായമുണ്ട്. 1, കൊള്ളത്തില്ല. 2, കൊള്ളുകയില്ല. നിങ്ങളിങ്ങനെ സംസാരിക്കരുത്. കണ്ടോ, വിമർശനം വന്നപ്പോൾ പൊട്ടിത്തെറിച്ചല്ലേ. ഞങ്ങളുടെ കൊച്ചിനെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ, ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങൾ കൈയും കാലും പിടിച്ച് ഇവിടെ ഒരു പരിപാടിക്ക് നല്ലൊരു അവതാരക വേണമെന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ആ കൊച്ചിനെ പറ്റിയാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്. ഞാനിപ്പോൾ ആരെയും കുറ്റം പറയാൻ വേണ്ടി വന്നതല്ല. ഞാൻ പറഞ്ഞ പ്രോഗ്രാമിന് പുതിയ പുതിയ ഐഡിയാസ് വേണം. അങ്ങനെ പുതിയ ഐഡിയാസ് ഇംപ്ലിമെന്റ് ചെയ്തെങ്കിലേ കയറി പോകത്തുള്ളൂ. എന്താ ഐഡിയ ഉള്ളത്? ഞാൻ പറയാം, പുതുമ അപ്ഡേഷൻ വേണം. ഇപ്പൊ നിങ്ങളുടെ ഇവിടെ നമ്മൾ ഒരു പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി വിളിച്ചു എന്ന് വിചാരിക്കുക, നിങ്ങൾ എന്ത് പുതുമ ചെയ്യും? നമ്മൾ എന്തെല്ലാം ചെയ്യാം. ഇപ്പൊ കൊറോണ കാലം ആയതുകൊണ്ട് കൊറോണയ്ക്ക് വേണ്ടി എന്തെല്ലാം ഇപ്പൊ നമുക്ക് ഈ പ്രോഗ്രാം അവതരിപ്പിക്കാൻ വരുന്ന പുതിയ കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ, അവരെ കൊണ്ട് നമുക്ക് ഒരു കൊറോണ പരിപാടി അവതരിപ്പിക്കാൻ വന്നാൽ എങ്ങനെ ഇരിക്കും? കൊറോണ വന്ന് ഇങ്ങനെ പരിപാടി അവതരിപ്പിക്കാൻ നിൽക്കുകയാണ്. എന്നിട്ട് കൊറോണ പരിപാടി അവതരിപ്പിക്കുകയാണ്. ഡയാനും പിഷാരയൊക്കെ സാനിറ്റൈസറും മാസ്കും ഒക്കെ ഉപയോഗിച്ച് അതിനെ കൈകാര്യം ചെയ്ത് തോപ്പിക്കുന്നു. ആശയപരമായി, ചിന്താപരമായി ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് അല്ലേ? കൊള്ളാവുന്ന സാധനമാണ് കേട്ടോ. ഒരു കൊറോണ വൈറസ് നിന്ന് പരിപാടി ചെയ്യുന്നു, അത് മാസ്കും സാനിറ്റൈസറും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിനെ നിർവീര്യമാക്കുന്നു. വെരി ഗുഡ്. നമ്മൾ നല്ല ഒരു തോട്ട് ഇവിടെ വന്നാൽ നമ്മൾ എപ്പോഴായാലും എടുക്കും. നമുക്കത് നാളെ തന്നെ നിങ്ങളുടെ ഒരു എപ്പിസോഡായിട്ട് ഷൂട്ട് ചെയ്യാം. നാളെ വേണ്ട, ഇപ്പൊ ഷൂട്ട് ചെയ്തു. ഇപ്പൊ നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ പറ്റും. ഇതിൽ ആവശ്യത്തിന് കണ്ടന്റ് ആയല്ലോ, നാളെ ഷൂട്ട് ചെയ്യാം. നിങ്ങളുടെ കോസ്റ്റ്യൂംസിന്റെ പ്രശ്നമല്ലോ, കോസ്റ്റ്യൂമിന്റെ നമുക്ക് നാളെ ഷൂട്ട് ചെയ്യാവുന്നേ. അല്ലെന്ന് ആർട്ട് പ്രോബ്ലം വല്ലതും ഉണ്ട്. ഞാൻ വേണമെങ്കിൽ കാശ് അല്ല, ആർട്ട് സാധനം കൊണ്ട് ഇത് അങ്ങനെ ആർട്ടൊന്നും വെച്ചിട്ടുള്ള ഷോ അല്ലല്ലോ. നമുക്ക് നാളെ ഷൂട്ട് ചെയ്താൽ മതിയല്ലോ, നാളത്തെ എപ്പിസോഡ് ചെയ്യാതെ. അല്ല, ഇപ്പൊ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന്. എന്ത് കാര്യം? ഇപ്പൊ ചെയ്യാൻ പോകുന്ന മറ്റേ തണ്ണീർത്തടം ശുദ്ധിയല്ലേ,
അതെ. അവൻ അവിടെ നിന്ന് റിഹേഴ്സൽ ചെയ്യുന്ന ഞാൻ കണ്ട്. ഉവ്വ. അവൻ ഇങ്ങനെ വന്ന് കയറുമ്പോൾ അവൻ പറഞ്ഞോളെ അവൻ അവിടെ റിഹേഴ്സൽ ചെയ്ത സാധനം ഞാൻ ഒളിഞ്ഞു നിന്ന് കേട്ടിട്ടുള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെയുള്ള കള്ളത്തരം പറയുന്നതാണ്. എനിക്ക് അതിൻ്റെ കാര്യം എന്തോ ഈ ജനുവിനായിട്ട് സംഭവം വരുമല്ലോ. ശരടേ, ഇത് കൂട്ടിയിട്ട് കത്തിക്കണേൻ്റെ എന്താ കൂട്ടിയിട്ട് കത്തിക്കുന്നതിൻ്റെയാണ്. എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് ഇരിക്കട്ടെ. കാര്യം വേറെ 1-2 പേര് അപ്പുറത്ത് റിഹേഴ്സൽ ചെയ്യുന്നുണ്ട്. അവരുടെ സബ്ജക്റ്റ് ആരെങ്കിലും മോഷ്ടിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കണമല്ലോ. ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാണ്. ഈ കൊച്ചു അഭിനയിച്ച സിനിമയൊക്കെ ഇഷ്ടം പോലെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. നല്ല അവതരണമാണ്. തമാശയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞാണ്. അത് വിഷുവിനും അറിയാം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ സത്യം വിളിച്ചു പറയും. Okay, and with this, we are winding up today's show, Once Upon a Time. ചിരികൾ നിറഞ്ഞ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. Until then, bye-bye.